അൽഹംദുലില്ലാഹ് കാഴ്ച തിരിച്ചു കിട്ടിയാണല്ലേ. കാസിലൈനിലെ യുവാക്കളുടെ കൂട്ടായ്മ ഒരു പോത്ത് അഥവാ ഏകദേശം 25,000 രൂപ ഏറ്റെടുത്തിരിക്കുകയാണ്. ചെറിയൊരു എക്സ്ക്യൂസ് ഞാൻ പറയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്, കൗണ്ടർ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു എമൗണ്ട് എന്തെങ്കിലും ഒരു ഷെയർ, 18,000 തന്നെ വേണമെന്നില്ല, 15,000, 5,000, 2,000 അവിടെ കൊടുത്ത് നമ്മുടെ വാദ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഏൽപ്പിച്ചാൽ നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വാദിനെ ബാധിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് പല ആളുകളും വാദ കേൾക്കാൻ വേണ്ടി വന്നവരാണ്, പിരിവിന് കാണാൻ വേണ്ടി വന്നവരല്ല. അൽഹംദുലില്ലാഹ്. സത്താർ എന്ന് പറയുന്ന ഒരു സഹോദരൻ 18,000 രൂപ ഒരു വർഷത്തേക്ക് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരും ഇഖ്ലാസോടെ ഏറ്റെടുക്കുന്നവരാണെന്നറിയാം. അതുകൊണ്ട് തന്നെ പേരും നമ്പറും ഇവിടെ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പോകുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങൾ പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് വളണ്ടിയേഴ്സ് ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ എഴുത്തിലൂടെ ഇത് അറിയിക്കുകയും ഇൻഷാ അല്ലാഹ് വാഴ കഴിയുമ്പോഴേക്കും എല്ലാവരുടെയും ലിസ്റ്റ് വായിച്ച് നമ്മൾക്കൊന്ന് ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്യണം. ഇത് അവസാനത്തെ ദിവസമാണ്. ഒരു ദിവസം കൂടി നാളെ ബാക്കിയുണ്ട്. പിന്നെ ഇത് കാണണമെങ്കിൽ 3 വർഷം കാത്തിരിക്കണം. അല്ലേ, 3 വർഷം കാത്തിരിക്കണ്ടേ? ഇപ്രാവശ്യം 5 വർഷത്തോളായി എന്നാണ് തോന്നുന്നത്. നല്ല മനോഹരമായൊരു പള്ളി. നമുക്ക് ഈ പള്ളി കാണുമ്പോൾ തന്നെ ഒരു അഭിമാനം. ആ പള്ളിക്ക് വേണ്ടി സഹായിച്ച സഹോദരൻ അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ കമിഫഹസി ഖതാത്തിൻ, ഒരു മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന പള്ളി ഒരാൾ നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗീയ ലോകത്ത് അവന് വേണ്ടി അല്ലാഹു ഒരു വീട് പണിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇതിൽ ഒരു മാടപ്രാവല്ല, ലക്ഷക്കണക്കിന് മാടപ്രാവനിരിക്കാം അല്ലെ. എന്നോട് മിനിഞ്ഞാന്നേ ഒരാൾ ചോദിച്ചു, ഇത്ര വലിയ പള്ളിയൊക്കെ വേണോ? ഞാൻ പറഞ്ഞു, ഇവിടെ വലിയ തിരക്കുള്ള പള്ളിയല്ലേ, പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയൊക്കെ വലിയ തിരക്കായി പുറത്തല്ലേ നിസ്കരിക്കുക. നിങ്ങൾ എന്താ പറയുന്നത്? ഈ പള്ളിയുടെ അതേ വലിപ്പമുള്ള ഒരു പള്ളി അപ്പുറത്ത് കൂട്ടിയിട്ടുണ്ട്, ഇത്രയൊക്കെ വേണമെന്ന് ചോദിച്ചു. ഇന്ന് ജുമഅക്ക് പള്ളിയിൽ സ്ഥലം തികയാതെ പുറത്ത് നിസ്കരിച്ചു. പള്ളി വേണോ വേണ്ടേ? എന്താണ് പള്ളി വേണോ വേണ്ടേ? ചില ആളുകൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാകും, ഇത്ര വലിയ പള്ളിയൊക്കെ വേണോ? ഇവിടെ പാവപ്പെട്ട കുറെ ആളുകളുണ്ട്, അവരെ സഹായിച്ചൂടെ? പള്ളി വേണോ വേണ്ടേ? ഇന്ന് പുറത്ത് നിസ്കരിച്ചു സ്ഥലമില്ലാഞ്ഞിട്ട്. അക്കാഡമിയിലെ ഒരു കുട്ടിയുടെ ഒരു കൊല്ലത്തെ ചെലവേറ്റെടുക്കാൻ 12 കൊല്ലമായി കുട്ടികളില്ല. ദുആ ചെയ്യണം. അല്ലാഹുവേ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മക്കളെ നൽകണേ അല്ലാഹ്. ഒരു മനുഷ്യന്റെ ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്നത് തന്നെ ആ കുഞ്ഞുമക്കളുടെ കുസൃതി കാണാനാണ്. ആ കുഞ്ഞുമക്കളുടെ കുസൃതികൾ കാണാനാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഒരുപാട് സമയം പിഞ്ചോമന മക്കളുടെ കൂടെ ചെലവഴിച്ചതറിയാം. നിസ്കരിക്കുമ്പവരെ തോളത്ത് വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടിയിൽ വെച്ചിട്ട് നബി തങ്ങൾ ഇങ്ങനെ നാവ് പുറത്തിട്ടു. ഇങ്ങനെ നാവ് പുറത്തിട്ടു. നബി തങ്ങളുടെ ആ ചുവന്ന നാവ് കാണുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പിടിക്കാൻ നോക്കി. പിടിക്കുമ്പോൾ നബി തങ്ങൾ വേഗം നാവ് ഉള്ളിലേക്ക് അകത്തേക്ക് വലിച്ചു. കാണുന്നില്ല, കുട്ടിയല്ലേ, കുട്ടി ഇങ്ങനെ തിരയാണ്, ഇവിടെ കാണുന്നില്ല, കൈയൊക്കെ ഇട്ട് നോക്കി കാണുന്നില്ല. പിന്നെ കുട്ടി ഇങ്ങനെ വേറെന്തൊക്കെ കളിയിലായി. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നബി തങ്ങൾ നാവുമെല്ലാം പുറത്തിട്ടു. കുട്ടി വീണ്ടും പിടിക്കാൻ നോക്കി. ഇങ്ങനെയൊക്കെ പിഞ്ചോമന മക്കളോട് കളിപ്പിച്ച് രസിപ്പിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചത്. അതേപോലെ ഈ ആളുകൾക്കൊക്കെ ആഗ്രഹമുണ്ടാവൂലേ പിഞ്ചോമന മക്കളുടെ കരച്ചിൽ കാണാൻ. എന്നോടൊരാൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, മറ്റുള്ള ആളുകളുടെ മക്കൾ കരയുമ്പോ ഞങ്ങൾക്ക് ദേഷ്യം വരാനുണ്ട്, പക്ഷേ സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാകുമ്പോ ആ കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ ആനന്ദമാണ്. അല്ലേ? ആ കുഞ്ഞിന്റെ സ്വന്തം കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ ആനന്ദാണ്. മറ്റുള്ള മക്കൾ ജ്യേഷ്ഠന്മാരല്ലെങ്കിൽ ജ്യേഷ്ഠത്തിമാർ അല്ലെ, മറ്റുള്ള നിങ്ങളെ കരയുമ്പോൾ ഇങ്ങനെ ഒരു ടെൻഷൻ, ഒരു പ്രയാസം നമ്മൾക്ക് തോന്നും. പക്ഷെ സ്വന്തം കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് ആസ്വദിക്കാൻ അല്ലാഹുവേ നിരാശരാക്കല്ല റബ്ബേ. ഇത് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് മഹാനുഭാവന്റെ സാന്നിധ്യത്തിൽ നൽകിയത്. അല്ലാഹുവേ നീ നിരാശനാക്കല്ല. അല്ലാഹുവേ നീ ഒരാളെയും നിരാശരാക്കല്ല റബ്ബേ. പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു സഹോദരൻ 1500 രൂപ അല്ലെ അദ്ദേഹം അല്ലേ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ആഫിയത്ത് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ഏറ്റെടുത്ത ആളുകളുണ്ട്, ഇനി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. 18,000 തന്നെ നിർബന്ധമില്ല. നിങ്ങൾക്ക് അത് കഴിയുമെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു 10,000 വരെ, 5,000 വരെ, 2,000 ഒക്കെ നമ്മുടെ കൗണ്ടറുകളിൽ കൊടുത്ത് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത് വെച്ച് നമ്മൾക്ക് പിന്നെ ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ.
നമ്മളിവിടെ പറഞ്ഞു വെച്ചതാ മഹാനായ അബൂ ഹനീഫ ഇമാം ഇങ്ങനെ ഒരു യതീം മക്കളുടെ സമീപത്ത് പോയിട്ട് മക്കളെ എനിക്ക് ദുആ ചെയ്യണേ, കള്ളുകുടിയനാണ്, മക്കളെ എനിക്കൊന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാൾ സ്വർഗത്തിലെത്തിയിട്ട് അബൂ ഹനീഫ ഇമാമിനെ വെല്ലുവിളിക്കാൻ അബൂ ഹനീഫയോട് പറയും, സ്വർഗം അബൂ ഹനീഫയുടെ കൈ കൊണ്ടുണ്ടാക്കിയതല്ല, ഇത് റബ്ബിന്റെ സ്വർഗമാണ്, അള്ളാഹുവിന്റെ സ്വർഗമാണ്. നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടൂല എന്ന് വിചാരിച്ചോ? യതീം മക്കളുടെ പ്രാർത്ഥനയാണ്. അതേപോലെ നമ്മുടെ പിഞ്ചോമന മക്കൾ, നിഷ്കളങ്കരായ മക്കളുടെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പൊതുപ്രവർത്തകരോട്, വളണ്ടിയർമാരോട് എനിക്ക് പലപ്പോഴും പറയാറുള്ളത്, പല വാലുകളിലും പറയാറുള്ളത്, വാലിന്റെ കണ്ടന്റ് പൊതുപ്രവർത്തകരോടാണ്, വളണ്ടിയർമാരോടാണ്. സത്യത്തിലെ ഈ വാലൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ വളണ്ടിയർമാർക്ക്, ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവരവിടെ നിന്നിട്ട് ഫൂ ഫൂ നൂതാന്നില്ലേ, പക്ഷെ ഇത് ആവശ്യമാണ്, അതില്ലെങ്കിൽ ഇവിടെ നടക്കൂല. വരുന്ന വഴിയിൽ അരമണിക്കൂർ നമ്മുടെ ആ ചർച്ചിന്റെ മുമ്പിൽ ബ്ലോക്കായി, അവരില്ലെങ്കിൽ സുബഹി വരെ അവിടെ കണ്ടുവരും. അപ്പൊ അത് ആവശ്യമാണ്. പക്ഷേ ആവശ്യമാണെങ്കിലും ആ സമയത്ത് വരെ നമ്മുടെ വാലുകൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ, ജോലി കഴിഞ്ഞു പോയാൽ, ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും വാലുകൾ കേൾക്കാൻ നമ്മൾ ശ്രമിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇന്നലില്ലാഹി തആല ഇബാദൻ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില ഇഷ്ടക്കാരുണ്ട്, അല്ലാഹുവിന് ചില ഖലീഫമാരുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ഇഖ്തസ്സഹും ബിഹവായിജിൻ നാസ്, അല്ലാഹു അവരെ ഏൽപ്പിച്ച ദൗത്യം അവരെപ്പോഴും ജനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ഗൾഫിലില്ല ചില ആളുകൾ, സൗദിയിലൊക്കെ, ഗൾഫിൽ പ്രവാസ ലോകത്തൊക്കെ പോയ ആളുകൾക്കറിയാം, ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വിശ്രമില്ല. നമ്മളൊരു സുഹൃത്തിന്റെ ജാതിയേരിയിൽ ഇസ്മായിൽ ക എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. അവിടെ കൂക്ഷ എന്ന് പറയുന്ന കഫ്റ്റീരിയ, ഒരുപാട് കഫ്റ്റീരിയകളൊക്കെ നടത്തുന്ന ആളാണ്. എന്ത് തിരക്കുണ്ടെങ്കിലും ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ എല്ലാ തിരക്കും, ചിലപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ ഗൾഫിൽ പോയവരെ ആ പേപ്പർ ശരിയാക്കി നാട്ടിലേക്ക് പറഞ്ഞേക്കുന്ന സ്വഭാവം ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പൊ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരാൻ വേണ്ടി ഇസ്മായിൽ കണ്ടന്റെ ജാതിയേരി, പിന്നെ കാഞ്ഞങ്ങാട് ഒരു സഹോദരൻ, പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. അങ്ങനെ ഒരു പല മേഖലകളിൽ പല ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ പേരാണ്, ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ പേരാണ്. അങ്ങനെയുള്ള ചില ആളുകൾ ഭൂമിയിലുണ്ട്. ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോ ആളുകൾ നേരെ ഓടുന്നത് അവരുടെ അടുത്തേക്കാണ്. നമ്മുടെ തളങ്കരയിലുമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകുമ്പോ ഇന്നാലിന്ന ആളുകളുടെ സമീപത്തേക്ക് പോവാ, എങ്കിലതിൽ പരിഹാരമുണ്ട്. അയാളെടുത്ത് പോയാൽ ശരിയാവും, അയാളെടുത്ത് പോയാൽ ശരിയാവും. അങ്ങനെയുള്ള ചില ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകതകൾ എന്താണ്? ഉലൈക ഹുമുൽ ആമിനൂന മിൻ അദാബില്ലാഹ്, അവർ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന്, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോ ആരുടെ പേരാണ് ആദ്യം ഓർമ്മ വരുന്നത്? സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ട്, ഇന്നാലിന്ന കമ്മിറ്റിക്കാരെ വിളിച്ചാൽ അത് ശരിയാവും, ഇന്നാലിന്നാളെ വിളിച്ചാൽ അത് എന്തായാലും അത് കോളാവുന്ന ഉറപ്പാണ്. അപ്പൊ അയാൾക്ക് വിളിക്കുന്ന വേണ്ട, ശരിയാവുന്ന ആൾക്ക് വിളിക്കാം. അയാളുടെ പ്രത്യേകത എന്താ? ഉലൈക ഹുമുൽ ആമിനൂന മിൻ അദാബില്ലാഹ്, അവർ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്തോരു ഭാഗ്യവാന്മാരാണവർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പൊതുപ്രവർത്തനം എന്നുള്ളത് ചില്ലറ കാര്യമല്ല, അത് നിസ്സാര കാര്യമല്ല. അത് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ മൈൻഡ് ചെയ്യാതെ, കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെ പൊതുപ്രവർത്തനം നടത്തണ്ട. അങ്ങനെ ചില ആളുകളുണ്ട്, വീട് തിരിഞ്ഞു നോക്കൂല, ഭാര്യയെ തിരിഞ്ഞു നോക്കിയിട്ട് മാസങ്ങളായി. ഭാര്യ വിളിച്ചാൽ ഒരു ബന്ധമില്ല, വീട്ടിൽ പോയാൽ പിന്നെ ഫുള്ള് തിരക്കൊക്കെ, ചിന്തയൊക്കെ പൊതുപ്രവർത്തനങ്ങളെ കുറിച്ച, പാർട്ടിയെ കുറിച്ച, ഓഫീസിനെ കുറിച്ച, മീറ്റിങ്ങിനെ കുറിച്ച, വീട്ടിലൊന്നുമില്ല. അങ്ങനെ കുറച്ച് ആളുകൾ നല്ല പൊതുപ്രവർത്തകരാ, പക്ഷേ വീടും മക്കളും ശ്രദ്ധിക്കുന്നില്ല. അതൊരു കാര്യമില്ല.
മക്കളെയും ഭാര്യമാരെയും എല്ലാം ശ്രദ്ധിച്ച് അവർക്ക് നൽകേണ്ട പരിഗണന നൽകിയിട്ട് വേണം പിന്നെയാണ് നാട്ടിലേക്ക് ഇറങ്ങി നാട്ടുകാർക്ക് എന്ത് ആവശ്യമുണ്ടായാലും ഞാനത് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ചെറുപ്പക്കാർ, അങ്ങനെയുള്ള പ്രവർത്തകർ, അങ്ങനെയുള്ള സംഘാടകർ ഹുമുൽ ആമിനൂന മിൻ അദാബില്ലാഹ്, അവർ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ 30 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണം, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ്, ഒരുപാട് വളണ്ടിയർമാരുണ്ട്, ഒരുപാട് ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. എന്റെ ഒരു നിസ്കാരം പോലും ജമാഅത്തിന് ഇഷ്ടപ്പെടാതെ ഞാനത് നിർവഹിച്ചു എന്ന് പറയാനുള്ള എത്ര ആളുകൾ ഇവിടെയുണ്ട്? അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? ഒരു മാസം ഞാൻ വളണ്ടിയറായി പ്രവർത്തിച്ചു, എൻ്റെ ഒരു നിസ്കാരവും ജമാഅത്ത് പോട്ടെ കളായിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ്. നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയില്ല. മഹാനായ വലിയുല്ലാഹി ടിപ്പു സുൽത്താനെ പരിചയമില്ലാത്ത ആളുകളില്ല അല്ലെ? മൈസൂരിലെ സിംഹം എന്നറിയപ്പെടുന്ന, മൈസൂരിലെ പുലി എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ, മക്കളില്ലാത്ത ആളുകൾ കേൾക്കണേ, ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നതിനെ പരിഹസിക്കുന്ന ചില വാട്സപ്പ് ശേഖന്മാരുണ്ട് അല്ലേ? ഞങ്ങളുടെ വാട്സപ്പിലൊക്കെ അതിന്റെ വീഡിയോകൾ കാണാം, അതിന്റെ ഓഡിയോകൾ കേൾക്കാം. വിഡ്ഢികളായ ചില ആളുകൾ, വിവരദോഷികളായ ചില ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയാണ് അദ്ദേഹം. ഹൈദർ അലി ഖാനും ഫഖറുന്നിസയ്ക്കും മക്കളില്ലാതെ ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ട് ടിപ്പു മസ്താൻ എന്ന് പറയുന്ന ദർഗയിലേക്ക് നിരന്തരമായി അവിടെ ചെന്നിട്ട് ഫഖറുന്നിസ എന്ന് പറയുന്ന ഹൈദർ അലി ഖാന്റെ ഭാര്യയ്ക്ക് എപ്പോഴും മക്ബറയിൽ തന്നെ ഇരുന്നിട്ട് ദുആ ചെയ്യലായിരുന്നു പണി. നിരന്തരമായി മക്ബറയിൽ വന്ന് ദുആ ചെയ്തിട്ട് അല്ലാഹു ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം നൽകി. ആ കുഞ്ഞിക്കാലാണ്, ആ കുഞ്ഞുമോനാണ് ടിപ്പു സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ മസ്താന്റെ ദർഗയിൽ ചെന്നിട്ട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞായത് കാരണം ഞാൻ പറയുന്നത്, ഇത് ഇന്ന് തുടങ്ങിയതല്ല. മക്കാമിൽ പോയി ദുആ ചെയ്യുന്നത് കാഴ്ചശക്തി കിട്ടാൻ, കേൾവി ശക്തി ലഭിക്കാൻ, മക്കളെ ലഭിക്കാനൊക്കെ മക്ബറയിൽ പോയി, മസാറിൽ പോയി, ഔലിയാക്കളുടെ മഹാന്മാരുടെ സമീപത്തേക്ക് പോയി ദുആ ചെയ്യാൻ തുടങ്ങിയത് 2000-ലല്ല, 2018-ലല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താന്റെ മാതാവ് നിരന്തരമായി മസ്താൻ ദർഗയിൽ ദുആ ചെയ്തിട്ട് അല്ലാഹു ഒരു കുഞ്ഞിനെ നൽകുകയുണ്ടായി. ഏത് മഹാനുഭാവന്റെ സമീപത്ത് വെച്ചാണോ ദുആ ചെയ്തത്, അത് കാരണത്താൽ കുഞ്ഞ് ലഭിച്ചത് കാരണം ആ മഹാനുഭാവന്റെ പേര് ഞാൻ എന്റെ മകന് നൽകുമെന്ന് ഉമ്മ നേർച്ചയാക്കി. ആ മഹാന്റെ പേര് ഞാൻ എന്റെ മകന് നൽകുമെന്ന് നേർച്ചയാക്കി. ആ പേരാണ് പ്രസവിച്ചപ്പോൾ ടിപ്പു സുൽത്താൻ എന്ന പേര് നൽകിയത്. ടിപ്പു സുൽത്താൻ ടിപ്പു മസ്താൻ എന്ന് പറയുന്ന മക്ബറയിൽ പോയി ദുആ ചെയ്തതിന്റെ ഫലമായി കുഞ്ഞ് ലഭിച്ചത് കാരണത്താലാണ് ടിപ്പു സുൽത്താൻ എന്ന പേര് മഹാനായ ടിപ്പു സുൽത്താൻ നൽകിയത്. മഹാൻ എന്ന് പറയുന്നത് വെറുതെയല്ല, അള്ളാഹുവിന്റെ വലിയാണ് അദ്ദേഹം. നമ്മൾ പഠിച്ചിട്ടില്ല RSSകാരന്റെ വർഗീയവാദികളുടെ പരിശുദ്ധമായ പരിശുദ്ധമായ മഹാഭാരതത്തിന്റെ സംസ്കാരങ്ങൾക്ക് കളങ്കമേൽപ്പിച്ചുകൊണ്ട് പഴയകാല പ്രതാപങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വർഗീയവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ടിപ്പു വർഗീയവാദിയാണ്, അവർക്ക് ടിപ്പു തീവ്രവാദിയാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ടിപ്പുവിന്റെ ചരിത്രം യാഥാർത്ഥ്യമായി അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ചില ബ്രിട്ടീഷുകാരായ എഴുത്തുകാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ടിപ്പു സുൽത്താനെ ഇകഴ്ത്തി എഴുതേണ്ടത്, ടിപ്പു സുൽത്താനെതിരെ കരിവാരി തേക്കേണ്ടത് അവരുടെ അധികാരത്തിന്റെ ആവശ്യമായതുകൊണ്ട് ഒരുപാട് ഇല്ലാത്ത നുണപ്രചരണങ്ങൾ, നുണക്കഥകൾ എഴുതി വെച്ചിട്ട് അതേപോലെ കോപ്പിയടിച്ചിട്ട് നമ്മുടെ ഭാരതത്തിലെ ചില ആളുകൾ മഹാനായ ടിപ്പു സുൽത്താനെ തീവ്രവാദിയാക്കാനും വർഗീയവാദിയാക്കാനും ശ്രമിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത്, വാട്സപ്പിൽ കളിച്ച് സമയം കൊല്ലുമ്പോ, ഫേസ്ബുക്കിൽ കളിച്ച് സമയം കൊല്ലുമ്പോ, വെറുതെ അനാവശ്യമായി നടന്നിട്ട് അലഞ്ഞു തിരിഞ്ഞിട്ട് സമയം കൊല്ലുമ്പോ നമ്മുടെ മഹാന്മാരായ പൂർവസൂരികളായ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്.